ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് വിവിധ കമ്പനികളിലെ ഏറ്റവും പുതിയ വേക്കൻസീസുമായിട്ടാണ്. ഇതിൽ ഞാൻ IT മേഖലയിലുള്ള വേക്കൻസീസ്, അതേപോലെ നോൺ IT മേഖലയിലുള്ള വേക്കൻസീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനുമായിട്ട് ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. ഇതിൽ ഇൻഫോ പാർക്കിലെ വേക്കൻസീസ്, ടെക്നോ പാർക്കിലെ വേക്കൻസീസ്, അതേപോലെ നമ്മുടെ കോഴിക്കോടുള്ള സൈബർ പാർക്കിലെ വേക്കൻസീസ്, മലബാർ ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരു പാൻ ഇന്ത്യ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സൈലമിൽ വന്നിട്ടുള്ള വേക്കൻസീസ്, അങ്ങനെ വിവിധ കമ്പനികളിലെ ഒട്ടനവധി വേക്കൻസീസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ അതിനെപ്പറ്റി ഞാനൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഏതൊക്കെ പൊസിഷനിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എന്താണ് അവർ ചോദിക്കുന്ന യോഗ്യത മുതലായ എല്ലാ കാര്യങ്ങളും. ഇതുകൂടാതെ വിപ്രോയിലൊക്കെ ഫ്രഷേഴ്സിന് ഇപ്പോൾ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. സോ അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഇൻ ഡെപ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ലാസ്റ്റ് വരെ കാണാൻ ശ്രദ്ധിക്കുക. അതേപോലെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഫ്രഷേഴ്സിനുള്ള വേക്കൻസീസ് നോക്കി പോവാം. ഏറ്റവും ആദ്യം വന്നിട്ടുള്ള ഫ്രഷേഴ്സിന്റെ വേക്കൻസി എന്ന് പറയുമ്പോൾ CCM ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. വിവിധ പൊസിഷനുകളിലായിട്ടാണ് ഈ ഒരു കമ്പനിയിൽ ഇപ്പോൾ വേക്കൻസി വന്നിട്ടുള്ളത്. പ്രോജക്ട് കോർഡിനേറ്ററിന്റെ വേക്കൻസി ഉണ്ട്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലുള്ള വേക്കൻസി ഉണ്ട്, ബിസിനസ് അനലിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്, അതുപോലെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. ഈ ഒരു പൊസിഷനിലേക്കൊക്കെ ട്രെയിനീസിനെയാണ് അവരിപ്പോൾ ഹയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം, വി ആർ ഇൻ സെർച്ച് ഫോർ ടാലന്റഡ് ഡൈനാമിക് സ്മാർട്ട് ഫ്രഷേഴ്സ് വിത്ത് ക്വാളിഫിക്കേഷൻ. അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ MBA കഴിഞ്ഞ ഫ്രഷേഴ്സ്, BBA ഫ്രഷേഴ്സ്, BTech ഫ്രഷേഴ്സ്, MCA, BSc കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ BCA, അല്ലെങ്കിൽ ഡിപ്ലോമ UI UX ഡിസൈനിലൊക്കെ കഴിഞ്ഞവർക്ക് ഈ ഒരു പോസ്റ്റിൽ ട്രെയിനീസ് ഒഴിവിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു കമ്പനിയുടെ പേര് വരുന്നത് CCM ടെക്നോളജീസ് എന്നാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV HR@ccmtechnologies.net ഈ കാണുന്ന അവരുടെ HR ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് സബ്ജക്ട് ടാഗിൽ ഏത് പൊസിഷനിലേക്കാണോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആ ഒരു പൊസിഷന്റെ പേര് കൂടി മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം കൂടി പറയാനുണ്ട്, എങ്ങനെയാണ് ഒരു CV ഒരു HR-ന് അയച്ചു കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഒഫീഷ്യലായിട്ട് നമ്മൾ ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്, ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കുക. അതിനായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. സോ അറിയാത്ത കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതുകൂടി ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് SFO ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. എഞ്ചിനീയർ ട്രെയിനീസിന്റെ വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. മെക്കാനിക്കൽ ഡിസൈനിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ വഴിയാണ് ഇതിന്റെ സെലക്ഷൻ വരുന്നത്. ക്വാളിഫിക്കേഷന് അവർ ചോദിക്കുന്നത് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഫ്രഷ് കാൻഡിഡേറ്റ്സ് ക്യാൻ ആൾസോ അപ്ലൈ എന്ന് അവർ പറയുന്നുണ്ട്. ഇതിന്റെ വെന്യൂ വരുന്നത് പ്ലോട്ട് നമ്പർ 16 ട്രെയിനിങ് സെന്റർ, SFO ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചിൻ സ്പെഷ്യൽ ഇക്കോണമിക് സോൺ, സീപോർട്ട് എയർപോർട്ട് റോഡ്, കാക്കനാട് വെച്ചിട്ടാണ് ഇതിന്റെ ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂയുടെ വെന്യൂ വരുന്നത്. ഡേറ്റ് ആൻഡ് ടൈം അവർ കൊടുത്തിട്ടുണ്ട്. ഈ വരുന്ന ജൂലൈ 11 രാവിലെ 10 മണി തൊട്ടാണ് ഇതിന്റെ ഇന്റർവ്യൂ ടൈമിംഗ് വരുന്നത്. പോകുന്ന ടൈമിൽ നിങ്ങൾ CVയുടെ ഹാർഡ് കോപ്പി, അതേപോലെ നിങ്ങളുടെ ആധാർ കാർഡിന്റെ ഹാർഡ് കോപ്പി ഒക്കെ കയ്യിൽ കരുതാൻ അവർ പറയുന്നുണ്ട്. സോ ഡയറക്റ്റ് വാക്കിന് ചെയ്ത് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം ചെയ്യുന്ന ഒരു QR കോഡ് ഫില്ല് ചെയ്ത് ആ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുക. അതിനുശേഷം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട്. സോ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ഒരു ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഇതിന്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസിയിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലാണ്. കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ബൈറ്റ്സ്ട്രോൺ എന്ന് പറയുന്ന കമ്പനിയിൽ അവരിപ്പോൾ ഫ്രഷേഴ്സിനും അതേപോലെ ഒരു കരിയർ ബ്രേക്ക് വന്ന കാൻഡിഡേറ്റ്സിനൊക്കെ ഹയർ ചെയ്യാനായിട്ട് അവരൊരു റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അവർ പറയുന്ന കാര്യങ്ങൾ ഇതാണ്: ആർ യു എ ഫ്രഷർ ഓർ റീസ്റ്റാർട്ടിങ് യുവർ കരിയർ ആഫ്റ്റർ എ ബ്രേക്ക് എങ്കിൽ നിങ്ങൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുക. അവരൊരു വാക്ക് ഇൻ ഡ്രൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇവന്റ് ഡേറ്റ് വരുന്നത് 26 ജൂലൈ ആണ് വരുന്നത്. അതിന്റെ രജിസ്ട്രേഷൻ ഫർദർ ഡീറ്റെയിൽസ് വിൽ ബി ഷെയർഡ് ഓവർ ഇമെയിൽ ഓൺ 16 ജൂലൈ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. സോ നിങ്ങളൊരു ഫ്രഷർ ആണ്, അല്ലെങ്കിൽ ഒരു കരിയറിൽ ഒരു ബ്രേക്ക് വന്ന് നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ ഒരു ഗൂഗിൾ ഫോം ആണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇതിന്റെ രജിസ്ട്രേഷന്റെ ഗൂഗിൾ ഫോം ആണ്. അത് ഫില്ല് ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ 14 ആണ്. സോ അതിന് മുന്നേ തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ ബാക്കി അപ്ഡേറ്റ്സ് നിങ്ങളുടെ ഇമെയിലിലേക്ക് അവർ അയച്ചു തരുന്നതായിരിക്കും. അവരുടെ ഓഫീസ് അഡ്രസ്സ് നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിൽ തന്നെയാണ് വരുന്നത്. 12F ട്രാൻസേഷ്യ സൈബർ പാർക്ക് ടൗ 2 ഇൻഫോ പാർക്ക് SCZ ഫേസ് 2 കാക്കനാട് കൊച്ചിയാണ് അവരുടെ ഓഫീസ് അഡ്രസ്സ് വരുന്നത്. അടുത്ത അവസരം വന്നിട്ടുള്ളത് ഏഷ്യാനെറ്റിലാണ്. ഏഷ്യാനെറ്റിൽ ഇപ്പോൾ
സെയിൽസ് അസോസിയേറ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 1 to 3 ഇയേഴ്സ് ആണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. പാലാരിവട്ടം, കാക്കനാട്, തൃപ്പൂണിത്തറ, മട്ടാഞ്ചേരി മുതലായ സ്ഥലങ്ങളിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ CV അയച്ചു കൊടുക്കുക. നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ട ഇമെയിൽ ID വരുന്നത് amalpb@asianet.co.in എന്നാണ്. സബ്ജക്ട് ടാഗിൽ ആ ഒരു പൊസിഷന്റെ പേര് കൂടി നിങ്ങൾ മെൻഷൻ ചെയ്യുക. സെയിൽസ് അസോസിയേറ്റ് എന്നാണ് ആ ഒരു പൊസിഷന്റെ പേര് വരുന്നത്. സോ വൺസ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. സോ കോമൺ ആയിട്ട് ഏതൊരു ജോബിന്റെ ഏതൊരു ഇന്റർവ്യൂ ആണെങ്കിലും അവർ ഏറ്റവും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും. സോ അതിനെപ്പറ്റി ഒരു ബേസിക് ധാരണ ഇല്ലാത്ത കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിന് ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ HR എന്തൊക്കെ ഉത്തരങ്ങളാണ് ആ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂ ഒക്കെ വരുന്നതിന് മുന്നേ, ഏതൊരു ജോലിയുടെ ഇന്റർവ്യൂ വരുന്നതിന് മുന്നേ ആ ഒരു വീഡിയോ കാണുക. അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതായിരിക്കും. ഞാൻ അതിൻ്റെ സാമ്പിൾ ഫോർമാറ്റ് എങ്ങനെയാണ് ആൻസർ പറയേണ്ടത് എന്നടക്കമുള്ള സാമ്പിൾ ആൻസേഴ്സ് അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. കാണാത്തവരാണെങ്കിൽ അതുകൂടി ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക. അടുത്ത അവസരം വന്നിട്ടുള്ളത് നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലാണ്. വിവിധ പൊസിഷനുകളിലായിട്ട് വേക്കൻസീസ് ഉണ്ട്. സീനിയർ എഞ്ചിനീയർ പ്ലാനിങ്, ടീം ലീഡ് പ്ലാനിങ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ്, മെറ്റീരിയൽ പ്ലാനിങ് എഞ്ചിനീയർ, ക്വാണ്ടിറ്റി സർവേ എഞ്ചിനീയേഴ്സ്, ക്വാണ്ടിറ്റി സർവേ എഞ്ചിനീയേഴ്സിൽ തന്നെ ട്രെയിനി, പ്രൊക്യൂർമെന്റ് സ്പെഷ്യലിസ്റ്റ്, അതിൽ ട്രെയിനി, പ്രൊക്യൂർമെന്റ് അനലിസ്റ്റ്, മെറ്റീരിയൽ എഞ്ചിനീയേഴ്സ്, അതേപോലെ ഹെഡ് ഓഫ് ഇൻവെന്ററി ആൻഡ് വെയർ ഹൗസിംഗ്, മാസ്റ്റർ ഡാറ്റ അഡ്മിൻ, ERP അഡ്മിനിസ്ട്രേറ്റർ, ഹെഡ് ഓഫ് ലോജിസ്റ്റിക്സ്, മാനേജർ ഇന്റർനാഷണൽ സപ്ലൈ ചെയിൻ അനലിസ്റ്റിലൊക്കെ വേക്കൻസീസ് വന്നിട്ടുണ്ട്. വിസ്റ്റാസ് ഗ്ലോബൽ ഇന്റലക്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലാണ് ഈ വേക്കൻസീസ് ഒക്കെ വന്നിട്ടുള്ളത്. നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിൽ തന്നെയാണ് വരുന്നത്. ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ വഴിയാണ് ഇതിന്റെ സെലക്ഷൻ വരുന്നത്. അവർ ചോദിക്കുന്ന റിക്വയർമെന്റ്സ് BE അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ BCom അല്ലെങ്കിൽ എനി ഡിഗ്രിയാണ് അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂവിന് നിങ്ങൾ പങ്കെടുക്കുക. 9th ജൂലൈ, ഈ വരുന്ന ജൂലൈ 9 ഇതിന്റെ വാക്ക് ഇൻ ഇന്റർവ്യൂ വരുന്നത്. 10:30 to 4 മണി വരെയാണ് അവർ ടൈമിംഗ് കൊടുത്തിട്ടുള്ളത്. ഒരു കോൺടാക്ട് നമ്പറൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂവിന് പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത അവസരം CCM ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയിൽ തന്നെയാണ്. ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. MBA അല്ലെങ്കിൽ BBA, BBM, PGDBA, BTech, MCA കഴിഞ്ഞൊക്കെ 1 year എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പൊസിഷന്റെ പേര് വരുന്നത് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്നാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV ഈ കാണുന്ന അവരുടെ HR ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത അവസരം നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലുള്ള JTSI എന്ന് പറയുന്ന കമ്പനിയിലാണ്. വിവിധ പൊസിഷനുകളിലായിട്ട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. HR അസോസിയേറ്റ്, അത് US HR പ്രോസസ്സിൽ വേക്കൻസി ഉണ്ട്. US IT റിക്രൂട്ടറിന്റെ വേക്കൻസി ഉണ്ട്. US IT റിക്രൂട്ടറിന് 2 to 4 years ഓഫ് എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. HR അസോസിയേറ്റിനാണെങ്കിൽ 4 to 8 years ഓഫ് എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. സെയിൽസ് മാനേജറിന്റെ വേക്കൻസി ഉണ്ട്. IT പ്രോഡക്ട്സ് ആൻഡ് സർവീസസിലാണ് വേക്കൻസി. 7 to 10 years ആണ് അവർ ചോദിക്കുന്നത്. സോഴ്സിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്. 3 to 6 years. അതേപോലെ സ്റ്റാഫ് ഓഗ്മെന്റേഷൻ കൺസൾട്ടന്റ് വേക്കൻസി ഉണ്ട്. ഔട്ട്സോഴ്സ് മാനേജർ, ഓപ്പറേഷൻസ് മാനേജർ മുതലായ തസ്തികയിലൊക്കെ വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതിന്റെ എക്സ്പീരിയൻസും അവർ നോക്കുന്ന സ്കിൽസും ഒക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാം. ആ ഒരു എക്സ്പീരിയൻസും അതേപോലെ ആ ഒരു ക്വാളിഫിക്കേഷനും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV careers@jtsindia.com എന്ന അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് സബ്ജക്ട് ടാഗിൽ ഏത് പൊസിഷനിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പൊസിഷന്റെ പേര് കൂടി മെൻഷൻ ചെയ്ത് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത അവസരം BINEX എന്ന് പറയുന്ന കമ്പനിയിലാണ്. കൊച്ചിയിലാണ് അവസരം വന്നിട്ടുള്ളത്. അസോസിയേറ്റ് പ്രോഡക്റ്റ് അനലിസ്റ്റിന്റെ വേക്കൻസി ആണ് വന്നിട്ടുള്ളത്. വർക്ക് ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ്. ഹൈബ്രിഡ് ആണെന്ന് അവർ പറയുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV careers@binex.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത അവസരം സൈലമിലാണ്. സൈലം ഇപ്പോൾ അവരുടെ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് ഒരുപാട് വേക്കൻസീസ് സൈലമിൽ വരുന്നുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ള അവസരം സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവിന്റെ ആണ്. PSC ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വേർട്ടിക്കലിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കോഴിക്കോട്, കോട്ടയം മുതലായ ജില്ലകളിലാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത്. റിക്വയർമെന്റ്സ് അവർ ചോദിക്കുന്നത് 1 to 3 years of experience in social media management, strong understanding of social media algorithms, preference for candidates, ആ ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സിനാണ് പ്രിഫറൻസ് എന്ന് അവർ പറയുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ കാണുന്ന അവരുടെ HR ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് ആ ഒരു സബ്ജക്ട് ടാഗിൽ പൊസിഷന്റെ പേര് കൂടി മെൻഷൻ ചെയ്ത് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
അടുത്ത അവസരം സൈലമിൽ തന്നെയാണ്. സൈലമിൽ ഡാറ്റ എൻട്രി എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ഒരു 40 to 50 വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷിലെ ആൻഡ് സിമിലർ സ്പീഡ് ഇൻ മലയാളമാണ് അവർ ചോദിക്കുന്നത്. 1 to 3 years ഓഫ് എക്സ്പീരിയൻസ് ഇംഗ്ലീഷിലും മലയാളം ടൈപ്പിംഗിലും അവർ ചോദിക്കുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഡാറ്റ എൻട്രി എക്സിക്യൂട്ടീവിന്റെ ജോലിയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു അവസരമാണ്. വർക്ക് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ hira.m@silemlearning.com എന്നവരുടെ HR ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത അവസരം കോഴിക്കോട് സൈബർ പാർക്കിലുള്ള ഒഡോക്സ് സോഫ്റ്റ് ഹബ് LLP എന്ന് പറയുന്ന കമ്പനിയിലാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട്. 1+ years ഓഫ് SEO എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. സെയിം കമ്പനിയിൽ തന്നെ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ ഇന്റേണിന്റെ വേക്കൻസി ഉണ്ട്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ചോദിക്കുന്നത്. ക്വാളിഫിക്കേഷൻ BCom, BBA, MBA ഓർ റിലേറ്റഡ് ആണ് അവർ പറയുന്നത്. ഈ സെയിം കമ്പനിയിൽ തന്നെ HR-ന്റെയും ഇന്റേണൽ വേക്കൻസി ഉണ്ട്. റീസെന്റ് ഗ്രാജുവേറ്റ്സ് ഇൻ HR ആണ് അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ട അവരുടെ ഇമെയിൽ ID വരുന്നത് hr@odocsofthub.com എന്നാണ്. വർക്ക് ലൊക്കേഷൻ വരുന്നത് ഗവൺമെന്റ് സൈബർ പാർക്ക് കാലിക്കറ്റ് ആണ്. അടുത്ത അവസരം കോഴിക്കോട് സൈബർ പാർക്കിൽ തന്നെയാണ്. അവിടെയുള്ള സോ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയിൽ മാനേജ്മെന്റ് ട്രെയിനിന്റെ അവസരം വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിനും 1 year വരെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബിൽഡ് ആൻഡ് എൻഗേജ് വിത്ത് ദ IT അല്ലെങ്കിൽ ITS കമ്മ്യൂണിറ്റി ആണ് അവർ പറയുന്നത്. നല്ല ഡ്രൈവ് മെമ്പർഷിപ്പ് ഗ്രോത്ത് ആൻഡ് സപ്പോർട്ട് മെമ്പർ നീഡ്സ്, പ്ലാൻ ആൻഡ് മാനേജ് ഇവന്റ്സ്, വർക്ക്ഷോപ്സ് ആൻഡ് ഫോറംസ്. ആ ഒരു മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട ജോലികളാണ് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഉണ്ടാവുക. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതേപോലെ ഇവന്റ്സ് ഒക്കെ മാനേജ് ചെയ്യാനും പ്ലാൻ ചെയ്യാനുള്ള നോളജ് കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. വർക്ക് ലൊക്കേഷൻ നമ്മുടെ കോഴിക്കോട് സൈബർ പാർക്ക് ആണ്. അതേപോലെ ഗവൺമെന്റ് സൈബർ പാർക്ക് കാലിക്കറ്റ് ആണ് വരുന്നത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV recruit@zooindia.in എന്നവരുടെ HR-ടെ ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയിലേക്ക് പൊസിഷനിൽ മാനേജ്മെന്റ് ട്രെയിനി ജോബ് ആപ്ലിക്കേഷൻ എന്നുകൂടി മെൻഷൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത അവസരം നമുക്ക് നോക്കാം. അടുത്ത അവസരം കോഴിക്കോട് സൈബർ പാർക്കിലുള്ള പിക്സ്ബിറ്റ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ BDM ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട്. 5+ years ഓഫ് എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. ബാച്ചിലേഴ്സ് ഡിഗ്രി വേണമെന്ന് അവർ പറയുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഒരു സ്കിൽ സെറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാം ഞാൻ വായിച്ച് വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതാണ് ആ ഒരു പൊസിഷനും എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. hr@pixbitsolutions.com എന്നാണ് അവരുടെ ഇമെയിൽ ID വരുന്നത്. അടുത്ത അവസരം സൈലമിലാണ്. സൈലമിലെ ഡാറ്റ അനലിസ്റ്റിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. 2 to 5 years ഇൻ സെയിൽസ് ഓപ്പറേഷൻസ് ആണ് അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും. അഡ്വാൻസ്ഡ് എക്സലിലൊക്കെ നല്ല പ്രൊഫഷൻസി വേണമെന്ന് അവർ പറയുന്നുണ്ട്. എഡ്ടെക് ഇൻഡസ്ട്രിയിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പ്രിഫേർഡ് ആണെന്ന് അവർ പറയുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV ഈ കാണുന്ന അവരുടെ HR-ടെ ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചു കൊടുക്കാനാണ് പറയുന്നത്. വർക്ക് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ്. അടുത്ത അവസരം നമ്മുടെ ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലുള്ള അലയൻസ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. എക്സിക്യൂട്ടീവ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ബാങ്ക് റീകൺസൈലിയേഷനിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 2 to 4 years ഓഫ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. വർക്ക് ലൊക്കേഷൻ ഞാൻ പറഞ്ഞു നമ്മുടെ ടെക്നോ പാർക്ക് ട്രിവാൻഡ്രത്താണ് വന്നിട്ടുള്ളത്. ജോബ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ അവർ പറയുന്നുണ്ട്. ബാച്ചിലേഴ്സ് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിനാൻസ് ആണ് അവർ പറയുന്നത്. സെമി ക്വാളിഫൈഡ് ഓർ ക്വാളിഫൈഡ് ACCA, CMA ഓർ അതർ റെലവൻറ്റ് സർട്ടിഫിക്കേഷൻ പ്രിഫേർഡ് ആണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. 2 to 4 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ അലയൻസ് കരിയേഴ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് നിങ്ങൾ എത്തുക. ആ വെബ്സൈറ്റിൽ പോയി ജസ്റ്റ് നിങ്ങൾ അലയൻസ് കരിയേഴ്സ് എന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൽ എത്താൻ സാധിക്കുന്നതാണ്. ഈ ഒരു ജോബ് ID അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി കാണാൻ സാധിക്കുന്നതാണ്. അവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കുകയാണെങ്കിൽ അത് കോഴിക്കോട് സൈബർ പാർക്കിലാണ്. അവിടെയുള്ള IOCOD ഇൻഫോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. 2 years ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. സെയിം കമ്പനിയിൽ തന്നെ ഗ്രാഫിക് ഡിസൈനർ 2 to 4 years ഓഫ് എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ട ഇമെയിൽ ID വരുന്നത് career@iocod.com എന്നാണ്. വർക്ക് ലൊക്കേഷൻ ഗവൺമെന്റ് സൈബർ പാർക്ക് കാലിക്കറ്റ് ആണ്. അടുത്ത അവസരം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ
ഒരു പാൻ ഇന്ത്യ വേക്കൻസീസ് ആണ് അവരിപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അസോസിയേറ്റ് ട്രെയിനി സെയിൽസിനാണ് വേക്കൻസി വന്നിട്ടുള്ളത്. എക്സ്പീരിയൻസ് ഒന്നും വേണമെന്ന് അവർ പറയുന്നില്ല. ഈവൻ ഫ്രഷേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് അവർ ചോദിക്കുന്നത് +2 ആണ്. ലൊക്കേഷൻ ഓഫ് വർക്ക് പാൻ ഇന്ത്യ, അതായത് ഒരു ഓൾ ഇന്ത്യ വേക്കൻസി ആണ്. 21 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സിനെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാമെന്ന് അവർ പറയുന്നുണ്ട്. ലാംഗ്വേജസ് മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം എന്നാണ് അവർ പറയുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. jobs@malabargroup.com എന്നാണ് അവരുടെ ഇമെയിൽ ID വരുന്നത്. ഒരു കോൺടാക്ട് നമ്പർ അവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ careers.malabargroup.com എന്നാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത്. അതിൽ പോയി നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിനെ പറ്റി കാണാൻ സാധിക്കുന്നതാണ്. അവിടെ തന്നെ ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് വേക്കൻസീസ് മലബാർ ഗ്രൂപ്പിലുള്ള റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ വേക്കൻസീസും അവിടെ കാണാൻ സാധിക്കുന്നതുമാണ്. അടുത്ത അവസരം മുസിലോർ എന്ന് പറയുന്ന കമ്പനിയിലാണ്. നമ്മുടെ കോഴിക്കോടിലും കൊച്ചിയിലും ഒക്കെ വേക്കൻസീസ് ഉണ്ട്. പ്രോഡക്റ്റ് മാനേജറിന്റെ വേക്കൻസി ഉണ്ട്. 3+ ഇയേഴ്സ് ആണ് അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. സീനിയർ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. 5+ ഇയേഴ്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓട്ടോമേഷൻ ടെസ്റ്റ് എഞ്ചിനീയറിന്റെ വേക്കൻസി ഉണ്ട്. 4 to 5 ഇയേഴ്സ് ആണ് ചോദിക്കുന്നത്. പ്രോഡക്റ്റ് ഡിസൈനറിന്റെ വേക്കൻസി ഉണ്ട്. 3+ ഇയേഴ്സ്. അസോസിയേറ്റ് പ്രോഡക്റ്റ് മാർക്കറ്ററിന്റെ വേക്കൻസി ഉണ്ട്. 2 to 3 ഇയേഴ്സ് ആണ് വരുന്നത്. അതേപോലെ ഈ സെയിം കമ്പനിയിൽ തന്നെ ഫ്രഷേഴ്സിനും വേക്കൻസി ഉണ്ട്. SEO ഇന്റേണിന്റെ വേക്കൻസി ഉണ്ട്. 0 to 1 ഇയർ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ ടെക്നിക്കൽ സപ്പോർട്ട് എഞ്ചിനീയറിന്റെ വേക്കൻസി ഉണ്ട്. 0 to 1 ഇയർ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഈ 2 പൊസിഷനും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ mozilla.com എന്നവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. കരിയർ സെക്ഷനിൽ കയറിയാൽ ഇത്രയും പൊസിഷന്റെ വേക്കൻസീസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓൺലൈൻ വഴിയാണ്, ആ ഒരു വെബ്സൈറ്റ് വഴി തന്നെയാണ് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. 2 സ്ഥലങ്ങളിലും വേക്കൻസി ഉണ്ട്. കൊച്ചിയിലും കോഴിക്കോടും വേക്കൻസി ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അടുത്ത അവസരം ടെലിയസ് ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. ടെലിയസ് ടെക്നോളജീസ് കൊച്ചി ഇൻഫോ പാർക്കിലാണ്. അവിടെ ജാവ ഡെവലപ്പേഴ്സിന്റെ വേക്കൻസി ഉണ്ട്. ജാവ ഡെവലപ്പേഴ്സിന്റെയും ജാവ ഫ്രഷേഴ്സിന്റെയും വേക്കൻസി ഉണ്ട്. ജാവ ഡെവലപ്പേഴ്സ് ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ 1 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ജാവ ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈവൻ നിങ്ങളൊരു ഫ്രഷർ ആണ്, ഒരു പ്രോഗ്രാമിങ്ങിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ഇൻട്രസ്റ്റഡ് ആയ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ജാവ ഫ്രഷേഴ്സിന്റെ വേക്കൻസി ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ BTech, BCA, BSc കമ്പ്യൂട്ടർ സയൻസ്, MCA, MSc കമ്പ്യൂട്ടർ സയൻസ് ഒക്കെയാണ്. എക്സ്പീരിയൻസ് 1 ഇയർ ആണ് ഈ ഒരു ജാവ ഡെവലപ്പർ പോസ്റ്റിന് അവർ പറയുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ jobs@telias.com എന്നാണ് അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID വരുന്നത്. ആ ഒരു ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കാവുന്നതാണ്. ടെലിയസ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കാക്കനാട് ഇൻഫോ പാർക്ക് കാർണിവൽ ബിൽഡിംഗിലാണ് ഇവരുടെ ഓഫീസ് വരുന്നത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ജോലിയിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത്രയും വേക്കൻസീസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ വേക്കൻസീസിലൊന്നും നിങ്ങൾ ഒരു പേയ്മെന്റും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കമ്പനീസിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് നിങ്ങൾ മറ്റ് പേയ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ഇതിലേക്ക് പേ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ ഒരു റെലവൻറ്റ് സ്കിൽസ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ജോലി അവർ മറ്റ് പേയ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഓഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക. അടുത്ത അവസരം വന്നിട്ടുള്ളത് മാന്റിൽ സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. മാന്റിൽ സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിയിൽ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഇനി ഗ്രാജുവേറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതായത് മിനിമം ഗ്രാജുവേഷൻ ആണ് അവർ പറയുന്നത്. ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇംഗ്ലീഷിൽ നല്ല വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. കാരണം കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് പൊസിഷനിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. സോ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നായിട്ട് വേണമെന്ന് അവർ പറയുന്നുണ്ട്. നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 0 to 1 ഇയർ എക്സ്പീരിയൻസ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. വർക്ക് ലൊക്കേഷൻ വരുന്നത് കേരളത്തിൽ കൊച്ചിയിലാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ mantilsolutions.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. കരിയർ സെക്ഷനിൽ കയറിയാൽ ഈ ഒരു പൊസിഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നെസ്റ്റോ ഗ്രൂപ്പിലാണ്. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ MEP എഞ്ചിനീയറും അതേപോലെ സിവിൽ എഞ്ചിനീയറിനും വേക്കൻസി വന്നിട്ടുണ്ട്. MEP എഞ്ചിനീയറിന് മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. സെയിം നെസ്റ്റോയിൽ തന്നെ സിവിൽ എഞ്ചിനീയറിന്റെ വേക്കൻസി ഉണ്ട്. 3 വർഷത്തെ എക്സ്പീരിയൻസ്, ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ CV അയച്ചു കൊടുക്കാനാണ് അവർ പറയുന്നത്. CV അയച്ചു കൊടുക്കേണ്ട അവരുടെ ഇമെയിൽ ID വരുന്നത് recruitment.india@nestogroup.com എന്നാണ്. സോ ആ ഒരു പൊസിഷനിൽ ഈ ഒരു സബ്ജക്റ്റിന്റെ പേര് കൂടി മെൻഷൻ ചെയ്ത് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
അടുത്ത അവസരം വന്നിട്ടുള്ളത് സൈലമിലാണ്. സൈലമിൽ ഇപ്പോൾ ക്യാമറാമാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. വർക്ക് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ്. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് unnimaya@silemlearning.com എന്നവരുടെ HR ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡിയിലേക്ക് സബ്ജക്ട് ടാഗിൽ ക്യാമറാമാൻ എന്നുകൂടി മെൻഷൻ ചെയ്ത് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത അവസരം വന്നിട്ടുള്ളത് ബോബി ചെമ്മണൂർ ഗ്രൂപ്പിലാണ്. ബോച്ചെ ഫസ്റ്റ് കിസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ ഫീൽഡ് സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ജോയിൻ അവർ ബ്ലൂമിംഗ് കിഡ്സ് ഫാഷൻ ബ്രാൻഡ്. ബോച്ചയുടെ തന്നെ കിഡ്സ് ഫാഷൻ ബ്രാൻഡ് എന്നാണ് അവർ പറയുന്നത്, ബോച്ചെ ഫസ്റ്റ് കിസ്. സോ അതിലേക്ക് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ജോയിനേഴ്സിനെയാണ് അവർ ഹയർ ചെയ്യുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് അപ്പാരൽസ് ഇൻഡസ്ട്രിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം മുതലായ ജില്ലകളിലൊക്കെയാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒരു കോൺടാക്ട് നമ്പർ അവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങളുടെ CV അയച്ചു കൊടുക്കാനാണ് അവർ പറയുന്നത്. HRASST@chemanur.international.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത അവസരം കൊച്ചി ഇൻഫോ പാർക്കിലുള്ള പ്യൂമെക്സ് ഇൻഫോടെക് എന്ന് പറയുന്ന കമ്പനിയിൽ തന്നെയാണ്. QA കൺസൾട്ടന്റ് വേക്കൻസി ഉണ്ട്. 3 മുതൽ 5 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. BTech, MTech, BCA, MCA കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു ഇമ്മീഡിയറ്റ് 1 month നോട്ടീസ് പീരീഡ് ഉള്ള കാൻഡിഡേറ്റ്സിനെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. വർക്ക് ലൊക്കേഷൻ വരുന്നത് കൊച്ചി ഇൻഫോ പാർക്കാണ്. കുറേ കീ റിക്വയർമെന്റ്സ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു റെലവൻറ്റ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ CV റെസ്യൂമെ അയച്ചു കൊടുക്കാനാണ് പറയുന്നത്. join@pumex.infotech.com എന്നാണ് നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ട അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡി വരുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത അവസരം വന്നിട്ടുള്ളത് വിപ്രോയിലാണ്. വിപ്രോയിൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഫ്രഷേഴ്സിനായിട്ട് ഒരു അവസരം വന്നിട്ടുണ്ട്. ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അറ്റൻഷൻ ഡിപ്ലോമ ഹോൾഡേഴ്സ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞ ഫ്രഷേഴ്സിനാണ് ഇപ്പോൾ വിപ്രോ ഒരു പാൻ ഇന്ത്യ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്യുന്നത്. 2024-25 പാസ് ഔട്ട് ആവാൻ പോകുന്ന ബാച്ചസിനൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിപ്രോയുടെ തന്നെ വർക്ക് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം, ഈ ഒരു പ്രോഗ്രാമിലൂടെ ഒരുപാട് കാൻഡിഡേറ്റ്സിനെ അവർ ഹയർ ചെയ്യുന്നുണ്ട്. ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സ്, ഡിപ്ലോമ കഴിഞ്ഞ കാൻഡിഡേറ്റ്സ്, BTech കഴിഞ്ഞ കാൻഡിഡേറ്റ്സ്, MTech കഴിഞ്ഞ കാൻഡിഡേറ്റ്സ്, MBA കഴിഞ്ഞ കാൻഡിഡേറ്റ്സ്. സോ ഇതിനെപ്പറ്റിയൊക്കെയുള്ള ലേറ്റസ്റ്റ് വീഡിയോസ് ഒക്കെ ഞാൻ വേക്കൻസീസ് ഒക്കെ ഞാൻ എൻ്റെ ഈ ചാനൽ ത്രൂ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ഡിപ്ലോമ കാൻഡിഡേറ്റ്സിനുള്ള അവസരമാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഈ വിപ്രോയുടെ ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ജോയിൻ വിപ്രോ ആസ് എ ഫുൾ ടൈം എംപ്ലോയി എന്നൊക്കെയാണ് അവർ പറയുന്നത്. പെർസ്യൂ എ ഫുള്ളി സ്പോൺസർഡ് BTech ഡിഗ്രി ഫ്രം എ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ അതിനൊക്കെയുള്ള അവസരം അവർ കൊടുക്കുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നല്ലൊരു അവസരമാണ്. ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കാൻഡിഡേറ്റ്സിന് വിപ്രോയിൽ തന്നെ ആദ്യമായിട്ട് നിങ്ങൾക്ക് ജോലി നേടാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു അവസരമാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഇതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസീസ് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.